പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമേറിയ ഈ മനോഹര പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് വീണ്ടും പ്രഭാത ചിന്ത പങ്കിടുവാൻ, അതിനെക്കുറിച്ച് അറിയുവാൻ, കേൾക്കുവാൻ ഒക്കെ ദൈവം ഒരുക്കിത്തരുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക്, പ്രത്യേകം നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിലാണ് ഇപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നത്. ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗം എന്ന് പറയുന്നത് നാവ് എന്ന വിഷയമാണ്. ഈ നാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ടെങ്കിലും ഇതൊരു ഷോർട്ട് മെഡിറ്റേഷൻ ആയതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്ലയറിൻ്റെ അകത്ത് കൊടുത്ത ഹെഡിങ് നോക്കിയാൽ അറിയാം, നാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു നാവ് ദൈവം നമുക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം നാവിൻ്റെ 1-ാമത്തെ ഗുണം ദൈവത്തെ സ്തുതിക്കുവാൻ നാവ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി 2-ാമത്തെ ഗുണം എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുവിശേഷം പ്രസംഗിപ്പാൻ നാവ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നാവിനെ ദൈവം നമുക്ക് തന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. സാധാരണ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? ഉപദേശിമാരെ അല്ലെങ്കിൽ അതിനായി നിയോഗിക്കപ്പെട്ടവരുടെ കടപ്പാടാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അല്ലവേ അല്ല. ഓരോ വിശ്വാസിയിലും നിക്ഷിപ്തമായിരിക്കുന്ന കടപ്പാടാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാവ് ദൈവം നമുക്ക് തന്നത് സുവിശേഷം പ്രസംഗിക്കേണ്ടതിനാണ്. എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. 3-ാമതായിട്ട് ആശ്വസിപ്പിക്കുവാനായിട്ടാണ് ദൈവം നമുക്ക് നാവിനെ തന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുഃഖിതരെയും നിരാശരെയും ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറയുവാൻ വേണ്ടിയിട്ടാണ് നാവ് ദൈവം നമുക്ക് തന്നത്. അപ്പം നാവിൻ്റെ പ്രയോജനം, അതിൻ്റെ പ്രയോഗം ദുഃഖിതരെ ആശ്വസിപ്പിക്കുക, നിരാശരായിരിക്കുന്ന ജനത്തെ ധൈര്യപ്പെടുത്തുക. ഒരിക്കലും നിരാശരായിരിക്കുന്ന ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യുക? ആശ്വസിപ്പിക്കുക. 4-ാമത് ജീവൻ നൽകുന്ന വാക്കുകൾ നമുക്ക് നമ്മൾ സംസാരിക്കണം. സദൃശവാക്യം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവനും മരണവും നമ്മുടെ അധരത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പരിണിത ഫലമായിരിക്കും നമ്മൾ കേൾക്കുന്നതും അനുഭവിക്കുന്നതും. അപ്പോൾ ഒരിക്കലും നമ്മൾ ശാപവാക്കുകൾ ചൊരിയുകയോ മറ്റുള്ളവരെ ശപിക്കുകയോ ചെയ്യാൻ പാടില്ല.
എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് 2 കാര്യം വിളിച്ചു വരുത്താൻ പറ്റും. 1 ജീവൻ, 2 മരണം. ഇത് രണ്ടും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ്. ഇനി അടുത്തത് 5-മത്തത് സത്യം പറയാൻ ആണ് നാവ് നമുക്ക് ദൈവം തന്നത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കള്ളം പറയാൻ നമുക്കൊരിക്കലും അനുവദനീയം അല്ല. കള്ളം പറയരുത്, കള്ളസത്യം ചെയ്യരുത് എന്നൊക്കെ വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കും. കാരണം ഭോഷ്ക് അത് പിശാചിൻ്റെ വകയാണ്. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നുവെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവവൈതൽ ഒരിക്കലും അവൻ്റെ അധരത്തിൽ കള്ളം അല്ലെങ്കിൽ ഭോഷ്ക് വരാൻ പാടില്ല. അങ്ങനെ ഭോഷ്ക് പറയുന്നവരുടെ ഓഹരി ഗന്ധകമാണ്, തീ പൊയ്കയാണ് എന്ന് വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തല പോകേണ്ടി വന്ന കേസാണെങ്കിലും നമ്മൾ കള്ളത്തരം പറയാതെ വിശ്വസ്തരായിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇനി 6 സമാധാനം സ്ഥാപിക്കാനാണ്. സദൃശവാക്യം 15-1 അനുസരിച്ച് ഒരിക്കലും കലഹമല്ല, സമാധാനവും ഐക്യവും വളർത്തുന്ന ഒന്നിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത്. 7 അനുഗ്രഹിക്കാനാണ്. റോമാലേഖനം 12-14 അനുസരിച്ചും പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം അടിസ്ഥാനത്തിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ ശപിക്കുകയല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. പത്രോസ് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവീൻ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ശപിക്കുന്നവരായി മാറാതെ, നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ശത്രുവാണെങ്കിലും അവരെ അനുഗ്രഹിക്കുവാൻ ഒന്ന് മനസ്സ് കാണിച്ച് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. 8 പ്രോത്സാഹിപ്പിക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ വിശ്വാസത്തിൽ വളരാനും നല്ലത് ചെയ്യുവാനും മറ്റുള്ളവരെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. 9 ജ്ഞാനത്തോടെ സംസാരിക്കണം. കൊലോസ്യ ലേഖനം 4-6 ജ്ഞാനത്തോടെ സംസാരിക്കണം, വിവേകത്തോടെ സംസാരിക്കണം. നമ്മുടെ സംസാരങ്ങൾ ആ നിലയിൽ ആയിരിക്കണം. 10-ാമത്തെ പോയിന്റ് പറഞ്ഞ് ഈ നാവിനെക്കുറിച്ചുള്ള ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 10-ാമത്തെ പോയിന്റിൽ പ്രാർത്ഥിക്കുവാനും സാക്ഷ്യം പറയുവാനും നമ്മുടെ നാവ് ഉപയോഗിക്കണം. ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളുടെ നടുവിലും നമ്മുടെ അധരത്തിൽ നിന്നും പ്രാർത്ഥനയുടെ ധ്വനി ഉയർന്നാൽ നടക്കില്ല എന്ന് പറയുന്നതിനെ നടത്തിയെടുത്ത് ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളെയും തട്ടിമാറ്റി സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ സമഭൂമിയാക്കി തച്ചുടയ്ക്കുവാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ അധരത്തിൽ നിന്നും പ്രാർത്ഥനാ ധ്വനി ഉയരട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. മാക്സിമം ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.